വെച്ച് അവർ കൊണ്ടുവന്ന ബോംബെയിലെ മുടി പ്രദർശിപ്പിക്കുകയാണ്. എന്താ മുടിയുടെ പ്രത്യേകത? ആ മുടി ഒറിജിനൽ അല്ലെന്നാണ് എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയുന്നത്. എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എം എക്ക് പറയാനുള്ളത് അത് ഒറിജിനൽ അല്ല എന്ന് തന്നെയാ. എം എ കുറിച്ച് ഇവർ പറയാറുണ്ട്. എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ കാന്തപുരം വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്, അദ്ദേഹത്തെ കുറിച്ച് ഇവർ പറയാറുണ്ട്, അക്ഷരങ്ങൾ കൊണ്ട് അഭ്യാസം കളിക്കുന്ന, ആത്മീയതയും ആദർശവും ഒന്നിച്ചെഴുതാൻ അറിയുന്ന, വാക്കുകൾക്ക് പിന്നിൽ ആശയത്തെ ഒളിപ്പിച്ചു വെച്ച് സത്യത്തിലേക്ക് ദിശ കാണിക്കുന്ന എഴുത്തുകാരൻ എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട് എം എയെ കുറിച്ച്. നല്ല ബോധം ആ വിഷയത്തിൽ ഞങ്ങൾക്കുണ്ട്. വാക്കുകൾക്കുള്ളിൽ, അക്ഷരങ്ങൾക്കുള്ളിൽ ആശയത്തെ ഒളിപ്പിച്ചു വെച്ച് ലക്ഷ്യത്തിലേക്ക് ജനങ്ങളെ വഴിതിരിച്ചു വിടുന്ന നല്ല പണ്ഡിതൻ എന്നാ കേട്ടോളൂ. എം എയുമായി നടത്തിയ അഭിമുഖമാണിത്. എം എയുമായിട്ട് ആരാ അഭിമുഖം നടത്തിയത്? നടത്തിയ ആളെ പേരും പറയണമല്ലോ. നടത്തിയ ആളുടെ പേര് ഉള്ളാൾ തങ്ങളുടെ മകളുടെ പുത്രൻ സയ്യിദ് സൈഫുള്ളയാണ്. സയ്യിദ് സൈഫുള്ള നടത്തി. എം എ പറഞ്ഞു പിന്നെ ലൈഫ വകുപ്പില്ലല്ലോ. എന്നാൽ ഈ പറയുന്ന വാചകങ്ങളെ എന്റെ പ്രിയപ്പെട്ട എ പി വിഭാഗത്തിന്റെ പ്രവർത്തകർ അവരിത് കേൾക്കണം. എന്നിട്ട് അറ്റ്ലീസ്റ്റ് എം എ പറഞ്ഞ നിലവാരത്തിലേക്കെങ്കിലും നിങ്ങൾ എത്താൻ ശ്രമിക്കണം. അതിനു മുമ്പ് എനിക്ക് പറയാനുണ്ട് വേറെ. അത് പറഞ്ഞിട്ട് ഇത് പറയല കുറച്ചുകൂടി സുഖം. ഈ മുടി എവിടെ ഉണ്ടായാലും പറയുന്നതിന് ഇങ്ങനെ തന്നെയാണല്ലോ നല്ലത്. ഈ മുടി കേരളത്തിൽ ആദ്യം കൊണ്ടുവന്നത് ആരാ? കാന്തപുരാണ്. രണ്ടാമത് കൊണ്ടുവന്ന ആളാരാ? ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി അമ്പലക്കടവ്. മൂന്നാമത് കൊണ്ടുവന്നതാരാ? മുഹമ്മദ് രാമന്തളി. നാലാമത് കൊണ്ടുവന്ന ഒരാളുടെ പേര്, ഒരു കേന്ദ്രത്തിന്റെ പേര് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കട്ടെ. ഞാൻ ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ. കഴിഞ്ഞ ഡിസംബറിൽ 2011 ഡിസംബർ 24, 25, 26 തീയതികൾ, 17-ാം തീയതി മുതൽ തുടങ്ങിയിട്ടൊരാഴ്ച ഈ മുടി കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ എ പി വിഭാഗത്തിന്റെ ഒരു പ്രത്യേക സ്ഥാപനത്തിന് കൊണ്ടുകൊടുക്കാൻ വേണ്ടി അവരുടെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും നിർദ്ദേശപ്രകാരം ഞാനും ഞങ്ങൾ ഒരുപാട് സുഹൃത്തുക്കളും പോയിരുന്നു. എന്നിട്ട് ആ മുടി വന്നതോടെ എന്ത് സംഭവിച്ചു? കാരന്തൂരിലെ കാന്തപുരത്തിന്റെ സ്ഥാപനത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞ് ബോംബെയിലെ മുഹമ്മദ് ഇഖ്ബാൽ ജാലിയവാല എന്ന എല്ലാവരും അവിടെയുള്ളവർ പോലും തള്ളിപ്പറഞ്ഞ വ്യക്തി മർക്കസിൽ കൊടുത്തത് ഹബീബിന്റെ പേരിൽ മാത്രമാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥാപനത്തിൽ കൊടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി എന്ന് പറഞ്ഞു ഒരു മുടിയും, ഷെയ്ഖ് ജീലാനി തങ്ങളുടെ പേര് പറഞ്ഞ് അവിടുത്തെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുടിയും കൊടുത്തു. ആ കേന്ദ്രത്തിന്റെ പേര് കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മഖ്ബറ എന്നാണ്. കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മഖ്ബറയിൽ 3 വർഷമായി ആ മുടി സൂക്ഷിക്കുന്നുണ്ട്. മഖ്ബറയുടെ ഇപ്പുറത്തെ ഓഫീസിന്റെ ഇപ്പുറത്തെ സൈഡിലുള്ള റൂമിൽ ഒരു മൂലയിൽ അളമാരക്കുള്ളിൽ വളരെ ഭദ്രമായി അത് സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. അത് ഇപ്പോഴെവിടെയാണുള്ളതെന്നറിയില്ല. അന്ന് ഞങ്ങളൊക്കെ പോയി വന്ന ടിക്കറ്റിന്റെ ഒരു കഷ്ണമായത്, ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ. ബാക്കി ഞാൻ കാണിച്ചു തരും. ഇതിന്റെ അവിടുന്ന് നമുക്കന്ന് വിസിറ്റിംഗ് കാർഡ്. ഇതിന്റെ ഇനി ബാക്കി ഭാഗങ്ങളുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മഖ്ബറയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശഅർ മുബാറക്കാണ് ഉള്ളതെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഈ 3 വർഷമായി എന്തുകൊണ്ട് നിങ്ങൾ പ്രദർശിപ്പിച്ചില്ല? എന്തുകൊണ്ട് പ്രദർശിപ്പിച്ചില്ല? അന്നൊരു നിബന്ധന ഉണ്ടായിരുന്നു. പുസ്തകം കൂടി കേൾക്കണമല്ലോ. അന്നത്തെ നിബന്ധന, ഒരു കാരണവശാലും ഇത് ഷെയ്ഖ് അബൂബക്കർ അറിയരുത് എന്നാണ് ജാലിയവാല പറഞ്ഞത്. എ പി അറിയരുത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാനാ സാക്ഷി. ഇവിടെ ജാലിയവാല വന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഒരു ദിവസം രാത്രി വന്നത്. അന്ന് എന്തിനാ വന്നത്? അന്ന് കൊടുക്കാൻ വന്നല്ല കേട്ടോ, അന്നാണ് എനിക്ക് വന്നത്. അത് ഡിസംബർ 17 എന്റെ വീട്ടിൽ നിന്ന് തന്നു. എന്റെ മകന്റെ കയ്യിലേക്ക് കൊടുത്തു. അന്ന് രാത്രി മുതൽ മകന്, ഭാര്യ, മകൾക്ക് ഒക്കെ പനി പിടിച്ചു. എന്റെ ഭാര്യ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഇത് കേൾക്കും. അവരൊക്കെ ഏൽപ്പിക്കാരാണ്. അവർക്ക് എന്റെ പ്രസംഗം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇത്തരം കാര്യങ്ങൾ. അപ്പൊ അവർക്ക് ഓർമ്മ ഉണ്ടാവും. അന്ന് രാത്രി ഇതേ കുണ്ടൂരിലെ ലത്തീഫ് ഹാജി പറഞ്ഞയച്ച ഒരു കാറിൽ എന്റെ മക്കളെയും കുടുംബത്തെയൊക്കെ ഇത് കിട്ടിയത് കൊണ്ട് പനി പിടിച്ചു സാധുക്കള്. അങ്ങനെ എന്റെ വീട്ടിലേക്ക് അവരെ കൊണ്ടുവിട്ടു, മാഹിയിലേക്ക് കൊണ്ടുവിട്ടു. അങ്ങനെ ഇവിടെ ഞങ്ങൾ കൊണ്ടുവരുമ്പോ ഞാനാണ് സാക്ഷി. അപ്പൊ ഇവിടെ എന്തിനാ വന്നത്? പരിസരം പഠിക്കാനാ ജാലിയവാല വന്നത്. ഈ സ്ഥലത്ത് കൊടുത്താൽ ശരിയാവുമോ?
അങ്ങനെ ഈ സ്ഥലമൊക്കെ പഠിച്ചു. മൂപ്പരൊരു 2 ഇതിലായിട്ട് മുടി കൊണ്ടുവന്നിരുന്നു. അത് മൂപ്പര് കൊണ്ടു നടക്കുന്നതാണ്. അതല്ല കൊടുത്തത് വേറെയാണ്. അത് വലിയൊരു ട്യൂബിലാണ്, അത് വലുതാണ്. അത് കൂടാതെ ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ നിന്ന് വേറെ കൊടുത്താണ്. എത്ര ആൾക്ക് കൊടുക്കാലോ. അങ്ങനെ ഇവിടെ വന്നു, പഠിച്ചു. ഈ കുണ്ടൂരിൽ വന്ന് പഠിച്ചിട്ട് കുണ്ടൂരിൽ വന്ന് ഈ മക്ബറയുടെ വലിപ്പവും ലൈറ്റൊക്കെ കണ്ടപ്പോ മൂപ്പർക്ക് മനസ്സിലായി ഇതിവിടെ ശരിയാവും. അപ്പൊ ഇവർ പറഞ്ഞു, കൊല്ലത്തില് ഞങ്ങൾ ജാലിയാവാലക്ക് ഇവിടെ നിന്ന് നടക്കുന്ന ഉറൂസിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ വലിയൊരംശം ഞങ്ങൾ കൊല്ലത്തിലെത്തിച്ചേരും. ഞാനും കരുതി 1 ലക്ഷം ഉറുപ്പ്യെങ്കിലും കൊടുക്കുമായിരിക്കും. കഴിഞ്ഞ കൊല്ലം 5000 ഉറുപ്പ്യ കൊടുത്തു. സന്തോഷം. അപ്പൊ അന്ന് ഇത് വാങ്ങാൻ വേണ്ടി പോയപ്പോ അദ്ദേഹം കുറെ ഡിമാൻഡ് പറഞ്ഞു. ജാലിയവാലയുടെ മോഹൻ പറഞ്ഞു, മുടിയൊക്കെ തരാക്ക റെഡിയാണ്, പക്ഷേ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്താ പ്രശ്നം? ഇവിടെ ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു, അത് കേടാണ്. അങ്ങനെ 10-40 ഉറുപ്പ്യന്റെ ലാപ്ടോപ്പ്. അങ്ങനെ എല്ലാ യാത്രയുടെ എല്ലാ ചെലവും, ഇവിടുന്ന് വരാൻ ഇവിടേക്കുള്ള ചെലവ്, കോഴിക്കോട് താമസ ചെലവ്, തിരിച്ച് മംഗലാപുരത്തേക്ക് പോയി മംഗലാപുരം താമസ ചെലവ്, ഫ്ലൈറ്റിന്റെ തിരിച്ചുള്ള ചെലവ്, ഫുള്ള് ഫ്ലൈറ്റിലാണ് 6-7 പേർ. ബഹുമാനപ്പെട്ട ലത്തീഫ് സാഹിബ് എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മകൻ. അങ്ങനെ വന്ന് ആ ബോംബെയിൽ തിരിച്ചെത്തിയപ്പോ ബോംബെയിൽ നിന്ന് ഒരു 2 എണ്ണത്തിലാക്കിയിട്ട് 2 കുപ്പിയിലാക്കി. കുപ്പിക്ക് വേറെ കുറെ പൈസ വാങ്ങി. ചെറിയ പൈസ ഒന്നുമില്ല, 50 പൈസക്ക് ഫ്രീ കിട്ടിയതാണ്. ചെറിയ പൈസ ആയിട്ടുള്ളൂ. ഇപ്പൊ പൈസ കൂടിയിട്ടുണ്ട്. അങ്ങനെ കുറെ പൈസ ഒക്കെ വാങ്ങിച്ചു. 2ഉം കൂടി 2 എണ്ണത്തിലാക്കി ഞങ്ങളെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ഒരു അപേക്ഷ എഴുതി. അവിടുത്തെ ഒരു ഉറുദു അറിയുന്ന, അവിടെയുള്ള ഏതോ ഒരു ദൂരെയുള്ള, ബോംബെ ടൗണിലുള്ള ഒരു ഇമാമിനെ കൊണ്ടുവന്നു. ആ ഇമാം ഉറുദുവിൽ സാക്ഷിപത്രം എഴുതി. ഇവരുടെ അപേക്ഷ ഞാൻ ഇംഗ്ലീഷിൽ എഴുതി കൊടുത്തു. ഇവരുടെ ഫോട്ടോ ഒട്ടിച്ചു. ഇവരുടെ എല്ലാം കൊടുത്തതിന് ശേഷം ഈ മക്കാമിലേക്ക്, ഈ സ്ഥലത്തേക്ക് ഇവർക്ക് കൊടുത്തു. കൊടുത്തപ്പോ പറഞ്ഞു, ഷെയ്ഖ് അബൂബക്കർ അറിയാൻ പാടില്ല. ഒന്നും കേട്ടോ, 2 മുടിയേ ഉള്ളൂ, നാളെ 4 എണ്ണം ഉണ്ടെന്ന് പറയരുത് അവര്. ഷെയ്ഖ് അബൂബക്കർ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പോ അദ്ദേഹം പറഞ്ഞു, ആര്? ജാലിയവാല, ഷെയ്ഖ് അബൂബക്കർ ഇപ്പൊ ഒരു പള്ളി എടുക്കുന്നുണ്ടല്ലോ, ഷെഹറെ മുബാറക്ക് പള്ളി. അതിന്റെ മുമ്പ് ഇത് അറിഞ്ഞാൽ അതിന് കിട്ടുന്ന പിരിവ് കുറയും. അതുകൊണ്ട് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് സാധുക്കൾ അവസ്ഥ നോക്ക്, നേതാവിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്ക്. മൂപ്പരും കേൾക്കുന്നുണ്ടാവും ഇത്. ചിലപ്പോ എന്റെ പ്രസംഗം മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൂപ്പര് കേൾക്കും. പണ്ട് ഇവിടെ ഒന്ന് ഞാൻ പ്രസംഗിച്ചപ്പോ അവിടെ നിന്ന് പ്രസംഗിച്ചല്ല, പിന്നെ എനിക്ക് അങ്ങനെ ഒരാളറിയില്ല, എല്ലാം അള്ളാന്റെ കോടതിയിലേക്ക് വിട്ടു. പിന്നെ എന്തിനാ സമസ്തക്കെതിരെ നിങ്ങൾ കോടതി കേസ് കൊടുത്തത്? അതും അള്ളാന്റെ കോടതിയിലേക്ക് വെച്ചാ പറയുന്നു. കുടുങ്ങുന്നിടത്ത് മാത്രം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കോടതിയും, അല്ലാത്തപ്പോ ഇവിടുത്തെ ഹൈക്കോടതിയും കീഴ്ക്കോടതികൾ എന്തിനാ പറഞ്ഞത്? അതുകൊണ്ട് മൂപ്പര് എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടാ പറയും, എന്റെ പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദെ, ഈ കുണ്ടൂരിലെ നിങ്ങളെ പ്രിയപ്പെട്ട കുഞ്ഞാടുകൾ നിങ്ങളുടെ പേരിൽ നിങ്ങൾ കൊണ്ടുവന്നതുപോലെ തന്നെ അതേ കേന്ദ്രത്തിൽ നിന്ന് അതേ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് ഇവിടെ സൂക്ഷിക്കുന്നുണ്ട് ഉസ്താദെ. 3 കൊല്ലായിട്ട് നിങ്ങൾ